ആർഷിജിത്ത് കേൾക്കാമെന്ന് കരുതുന്നു. PV അൻവർ വിഷയം അത് പ്രതിപക്ഷം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ്. PV അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ അത് ഏറ്റുപിടിക്കുകയാണ് പ്രതിപക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് അൻവറിനെ വിമർശിക്കാതെ എന്നാൽ വിഷയം ഏറ്റെടുത്ത് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ നോക്കുന്ന പ്രതിപക്ഷത്തെ വിമർശിക്കുന്ന ഒരു ശൈലിയല്ലേ ഇന്ന് MV ഗോവിന്ദൻ സ്വീകരിച്ചത്? PV അൻവറിനെ വിമർശിക്കുന്നില്ല എങ്കിലും പരോക്ഷമായി വിമർശനം PV അൻവർ കൂടിയാണ് ചെന്ന് തറയ്ക്കുന്നത്. അതായത് UDF-ന് അതോടൊപ്പം തന്നെ കോൺഗ്രസിന് രാഷ്ട്രീയ ആയുധമായി മാറുന്നു അൻവർ എന്ന് ചോദിക്കുമ്പോൾ അവർ അതിനെ ഉപയോഗിക്കുന്നുണ്ട് എന്ന കാര്യം MV ഗോവിന്ദൻ നിഷേധിക്കുന്നില്ല. പകരം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് UDF-നും BJP-ക്കും അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പ്രതിപക്ഷത്തിനും ആയുധമാകുന്ന ഒരു സമരത്തിലേക്ക് പോകേണ്ട കാര്യം എന്താണ് എന്നാണ്. അതുകൊണ്ട് PV അൻവർ ഉന്നയിച്ച രീതി ശരിയല്ല എന്ന കാര്യം അദ്ദേഹം പറയുന്നു. എന്നാൽ ഇത് ഉപയോഗപ്പെടുത്തി രാഷ്ട്രീയമായി സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമം പ്രതിപക്ഷം നടത്തുന്നതിനുള്ള അസന്തുഷ്ടി മറച്ചുവെക്കുന്നുമില്ല. എന്നാൽ CPIM-ന്റെ അംഗമല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ കേഡർ അല്ലാത്തത് കൊണ്ടോ അൻവറിനെ ഈ കാര്യങ്ങളൊന്നും പഠിപ്പിക്കാനും കഴിയില്ല എന്നാണ് പറഞ്ഞത്. എന്നാലും അൻവർ ഉന്നയിച്ച രീതിയോടുള്ള അദ്ദേഹത്തിന്റെ നീരസം CPIM-ന്റെ അതിർത്തി അത് കൃത്യമായി MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പ്രകടമാക്കുന്നുമുണ്ട്. ഒരു പരാതി എഴുതി കൊടുക്കാത്തതാണ് പ്രശ്നമെങ്കിൽ അങ്ങനെ ഒരു പരാതി എഴുതി കൊടുക്കുമോ PV അൻവർ? അടുത്തതായി PV അൻവർ പറയാൻ പോകുന്നത് എന്താണ് എന്നതിലെ അറിയേണ്ടത്. പ്രത്യേകിച്ചും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ ഇന്നലെ റിപ്പോർട്ടറിലൂടെ നമ്മുടെ മീറ്റ് ദി എഡിറ്റേഴ്സിന്റെ സമയത്ത് PV അൻവർ MLA പറഞ്ഞത് P ശശിക്കെതിരെ നടപടി എടുക്കുന്നതിലേക്ക് പാർട്ടി എത്തും എന്ന പ്രതീക്ഷ ഉള്ള വാചകങ്ങൾ തന്നെയായിരുന്നു. എന്നാൽ P ശശിക്കെതിരെ പാർട്ടി തലത്തിൽ അന്വേഷണം പോയിട്ട് അദ്ദേഹത്തോടൊരു വിശദീകരണം ചോദിക്കൽ പോലും ഇല്ലല്ലോ ആർഷിജിത്ത്. സുജിയ, P ശശിക്കെതിരെ എഴുതി കൊടുത്ത പരാതിയിൽ ഒരു വാക്കുപോലുമില്ല. എന്നാൽ തന്നോട് മാധ്യമങ്ങളിലൂടെ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിനൊന്നും അടിസ്ഥാനമില്ല, അതിന് ഉപോത്ബലകമായ തെളിവില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നൽകിയ മറുപടി. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ അന്വേഷിക്കാൻ കഴിയില്ല. തനിക്ക് രേഖാമൂലം കിട്ടിയ പരാതികളിൽ P ശശിയുമായി ബന്ധപ്പെട്ട കാര്യമില്ല. അതാണ് P ശശിയെ ഒഴിവാക്കിയുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ MV ഗോവിന്ദൻ നിലപാടെടുക്കാനുള്ള കാരണം. അതായത് P ശശിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് കടന്നാൽ അത് മുഖ്യമന്ത്രിയെ കൂടി ബാധിക്കുന്ന വിഷയമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറിന് അറിയാം. മാത്രമല്ല അൻവർ ഉയർത്തിയ ആക്ഷേപങ്ങൾ ശരിവെക്കുന്ന നിലയും വരും. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് P ശശിയുടെ പേര് എഴുതി കൊടുത്ത പരാതിയിലില്ല എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശശിക്കെതിരെയുള്ള അന്വേഷണ നടപടിയിലേക്ക് പാർട്ടി പോകാത്തത്. എന്നാൽ ശശി അടക്കമുള്ള ആളുകൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് സംരക്ഷണം നൽകുന്നു എന്ന കാര്യം കൂടി ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരും. പ്രത്യേകിച്ചും പൂരം കലക്കൽ പോലുള്ള കാര്യങ്ങളെപ്പറ്റിയുള്ള കാര്യങ്ങളും അന്വേഷണം വരും എന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ ഈ കാര്യങ്ങളിലൊക്കെ നടപടി വരുമ്പോൾ മാത്രമേ പാർട്ടി തലത്തിൽ ഇത് പരിശോധിക്കേണ്ടതുള്ളൂ, പാർട്ടി അപ്പോൾ മാത്രമേ അത് പരിശോധിക്കുകയുള്ളൂ എന്നാണ് MV ഗോവിന്ദൻ വ്യക്തമാക്കുന്നത്. ഇനിയിപ്പോൾ പാർട്ടിക്ക് മുന്നിൽ, അതായത് പാർട്ടിക്ക് പറഞ്ഞു നിൽക്കാനുള്ള ഒരു പിടിവള്ളി DGP തലത്തിൽ നടക്കുന്ന അന്വേഷണമാണ്, സുജിത് ദാസിന്റെ സസ്പെൻഷനാണ്. അത് രണ്ടും ഇപ്പോൾ നടക്കുന്നുണ്ട്, അത് പൂർത്തിയാകട്ടെ എന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കാനാണോ പാർട്ടിയുടെ തീരുമാനം? തീർച്ചയായും സുജയ, ഇപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള സംഘടനാ തലത്തിൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചാൽ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എന്തോ പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന അന്വേഷണമായും മറ്റും വ്യാഖ്യാനിക്കപ്പെടും. അത്തരം മാധ്യമങ്ങൾ ആ നിലയ്ക്ക് കാര്യങ്ങളെ വാർത്തയായി നൽകുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം വന്നാൽ മുഖ്യമന്ത്രിക്കെതിരെ നടക്കുന്ന അന്വേഷണമായി കൂടി അതിനെ വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഈ ഘട്ടത്തിൽ അത്തരത്തിൽ മുഖ്യമന്ത്രിയെ സംശയത്തിന് നിലനിർത്തുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഹാനികരമാവുന്ന ഒരു സമീപനം സ്വീകരിക്കാൻ CPIM തയ്യാറല്ല. ഇപ്പോൾ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചാൽ അത് മുഖ്യമന്ത്രിക്ക് ഹാനികരമായ ഒരു നടപടിയായി മാറും. അതുകൊണ്ടാണ് ശശിയുടെ കാര്യത്തിലെടുക്കുന്ന കരുതൽ, അത് യഥാർത്ഥത്തിൽ ശശിയുടെ കാര്യത്തിലെടുക്കുന്ന കരുതൽ മാത്രമല്ല മുഖ്യമന്ത്രിയെ കൂടി കരുതിയെടുക്കുന്ന ഒരു സമീപനമാണ്, നിലപാടാണ് എന്ന് പറയേണ്ടി വരും. ഇവിടെ BJP-യുമായുള്ള ബന്ധം പൂർണ്ണമായി തള്ളുന്നു, അത് കോൺഗ്രസിന്റെ ബന്ധമാണ്, അതാണ് നേമത്ത് കണ്ടതെന്ന് പറയുന്നു. തൃശ്ശൂരിൽ വോട്ട് കുറഞ്ഞത് കോൺഗ്രസിനാണ്, 3-ാം സ്ഥാനത്ത് പോയത് അവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി RSS ബന്ധം നിഷേധിക്കുകയല്ലേ MV ഗോവിന്ദൻ? RSS നേതാവ് ദത്താത്രേയ ഹൊസബലയുമായി ADGP MR അജിത്കുമാർ CPIM-ന് വേണ്ടി മുഖ്യമന്ത്രിക്ക് വേണ്ടി കൂടിക്കാഴ്ച നടത്തിയെന്ന ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ചത്. ഈ ആരോപണം ഏറ്റെടുത്തുകൊണ്ട് മാധ്യമങ്ങൾ CPIM-നെതിരെ വലിയ തോതിലുള്ള പ്രചാരവേല സംഘടിപ്പിക്കുന്നു. ഇത് തെറ്റായ പ്രചാരമാണ്, കള്ളപ്രചാരവേലയാണ് എന്നാണ് MV ഗോവിന്ദന്റെ വിമർശനം. യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു കൂടിക്കാഴ്ചയ്ക്ക് CPIM ഒരിടത്തും പോയിട്ടില്ല, ആരെയും അയച്ചിട്ടില്ല. ADGP MR അജിത്കുമാർ സ്വന്തം നിലയ്ക്ക് ആരെയെങ്കിലും കണ്ടാൽ അതിനൊന്നും പാർട്ടിക്കോ സർക്കാരിനോ ഉത്തരവാദിത്വമില്ല. അദ്ദേഹം ആരെയെങ്കിലും കണ്ടോട്ടെ. എന്നാൽ മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ച് അല്ലെങ്കിൽ പാർട്ടി നിർദ്ദേശമനുസരിച്ച് ADGP RSS നേതാവുമായി കണ്ടു എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമല്ല. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും വാക്കുണ്ടെങ്കിൽ അതാണ് എന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. എന്നാൽ
തൃശ്ശൂരിൽ ജയിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ UDF വോട്ട് കൊണ്ടാണ് സുരേഷ് ഗോപി അവിടെ വിജയിച്ചത്. UDFന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 86,000 പേർ വോട്ടിന് നഷ്ടം അവിടെ ഉണ്ടായിട്ടുണ്ട്. LDFന് അവിടെ 16,228 വോട്ടിന് കൂടുതൽ ലഭിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ആരുടെ വോട്ട് കൊണ്ടാണ് UDF ജയിച്ചത്, BJP ജയിച്ചത് എന്ന് വ്യക്തമാണ്. നേരത്തെ 2016 O രാജഗോപാൽ നേമത്ത് ജയിച്ചപ്പോഴും അത് UDF വോട്ട് കൊണ്ടായിരുന്നു, കോൺഗ്രസിന്റെ വോട്ട് കൊണ്ടായിരുന്നു എന്ന് വ്യക്തമായതാണ്. ഒരിക്കലും CPIMന്റെ രാഷ്ട്രീയ സമീപനം സംഘപരിവാറിനോ BJPക്കോ അനുകൂലമല്ലെന്നിരിക്കെ ഇത്തരമൊരു പ്രചാരവേല സംഘടിപ്പിക്കുന്നത് ശുദ്ധ അസംബന്ധമാണ് എന്ന ആവർത്തിച്ചുള്ള മറുപടിയാണ് ഈ ചോദ്യത്തിന് MV ഗോവിന്ദൻ നൽകുന്നത്.